യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 10 മിനിറ്റിനുള്ളിൽ വിമാനം ലാൻഡ് ചെയ്യുന്നതായിരിക്കും. ന്യൂയോർക്കിലെത്തി. ഞാൻ വന്ന ഫ്ലൈറ്റ്. ഇനി ഇവിടെ നേരെ എമിഗ്രേഷൻ, എന്നിട്ട് നേരെ പെട്ടിയെടുക്കുക, പുറത്തിറങ്ങുക. ചേട്ടൻ ചിലപ്പോൾ വന്നിട്ടുണ്ടാവും. സ്വർഗത്തിലോ നമ്മൾ സ്വപ്നത്തിലോ വേണ്ട, ശരിയാവില്ല. അവിടുത്തെ മറ്റേ എയർ ഇന്ത്യയുടെ TV, മറ്റേ സിനിമ കാണാൻ മറ്റേ TV-യിൽ എൻ്റെ പൊന്നെ ഒരു ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യില്ല. അത് നമുക്ക് കുത്തി ഒരു സ്വിച്ച് ഞെക്കിക്കഴിഞ്ഞാൽ 1 മണിക്കൂർ എത്തും അതൊന്ന് ഓപ്പൺ ആയതിൻ്റെ ഇൻ്റർഫേസ് ഉള്ളിലേക്ക് വരാനായിട്ട്. ദൈവമേ, അതൊക്കെ എന്ത് സാധനം! നമ്മുടെ പഴയ സാംസങ് നോക്കിയൊക്കെ ഒന്നും അത്രയും കുഴപ്പമില്ല. സാംസങ്ങിൻ്റെ ഫോണും പഴയ സാംസങ്ങിൻ്റെ ഫോണിൽ ടച്ച് ഫോണൊക്കെ കുത്തി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്ലോ ഇല്ലേ, അതാണ്. ഇതിനകത്ത് ഞാനൊരു വീഡിയോ കാണിച്ചിട്ടാ. ഇറങ്ങി വന്നപ്പോൾ കണ്ടതാ. എനിക്ക് തോന്നുന്നു ആരെങ്കിലും കുത്തിയിട്ട് വരാത്തോണ്ട് ഇടിച്ചതാണെന്ന് തോന്നുന്നു, പൊട്ടിപ്പോയി തോന്നുന്നു. കാരണം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാം ആ സംഭവം. ആരെ പിടിച്ച് ഇടിച്ചാന്ന് തോന്നുന്നു, വറക്കാത്തോണ്ട്. ഗൈസ്, ഇവിടെ ഉണ്ടോ ഈ സാധനം ഇങ്ങനെ നടന്നു പോകാൻ പറ്റുന്നത്? ഇതല്ലേ പെട്ടി? അയ്യോ, അത് പോണോ? പെട്ടി പോവല്ലേ? ഇവിടെ നാട്ടുകാരെല്ലാവരും ഉണ്ടല്ലോ. സോറി. പെട്ടി എവിടെ പോയി? ദൈവമാണ് പെട്ടി. നമ്മുടെ ബ്ലൂ പെട്ടിയാണ് ഗൈസ്. അയ്യോ, പെട്ടി. ഇവിടെ ഒന്നും പെട്ടി എടുക്കാൻ പറ്റില്ലല്ലോ. ദേ പോണവൻ. ഇവിടെ ഒന്ന് പിടിക്കാം. വാടാ, ഇതെങ്ങനെ എടുക്കും ഞാനിപ്പോ? എൻ്റെ പൊന്നുമോനെ, നീ തന്നെ അല്ലേ ഇത്? അതെ. കെട്ടിപ്പോയി, കെട്ടിപ്പോയി. നമ്മളോടാ കളി. പോവാ. നമ്മൾ വെളിയിലിറങ്ങി ഇവിടെ നിൽക്കുക. കാരണം ചേട്ടൻ വന്നില്ല. ചേട്ടൻ വിചാരിച്ച ഫ്ലൈറ്റ് ഇറങ്ങുമ്പോൾ തന്നെ ഞാൻ അവനെ വിളിക്കുമെന്ന്. പക്ഷെ ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് വൈഫൈയും കിട്ടിയില്ല. ഇപ്പോൾ പെട്ടെന്ന് എമിഗ്രേഷൻ അവിടെ ഇറങ്ങി ചെന്നപ്പോൾ തന്നെ എമിഗ്രേഷൻ സ്റ്റാർട്ടഡ് ആയിരുന്നു. പെട്ടെന്ന് തിരക്കില്ലായിരുന്നു. അങ്ങനെ അതിനും കയറി ഇപ്പോൾ പുറത്ത് വന്നപ്പോൾ അവൻ ഓഫീസിലാണെന്ന് തോന്നുന്നു. 1 ഹവറിനുള്ളിൽ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടെ അമേരിക്ക വന്നിട്ട് നിങ്ങൾക്ക് ഈ എയർപോർട്ടൊന്നും കാണിച്ചു തന്നിട്ടില്ലല്ലോ. എന്നാ കണ്ടോളൂ, ഇതാണ് എയർപോർട്ട്. JFK ന്യൂയോർക്കിലെ എയർപോർട്ട്. ഇതിൽ ഒരു വലിയ കർവ് ഡിസ്പ്ലേ ഉള്ള ഒരു TV, ഷോപ്പ്, പിന്നെ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സ്ഥലം, പിന്നെ എന്താണ് ടിക്കറ്റ് അസിസ്റ്റൻ്റ്, എന്തൊക്കെയോ. പിന്നെ ഇവിടെയൊക്കെ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമുള്ള സംഭവം എന്താണെന്നറിയാം? അതേണ്ട ഈ റോളക്സിൻ്റെ ക്ലോക്കാണ്. കണ്ടോ, നല്ല ഭംഗിയില്ലേ റോളക്സിൻ്റെ ക്ലോക്ക് കാണാനായിട്ട്? കണ്ടോ കർവ് ഡിസ്പ്ലേ. ഇവിടെ എല്ലാം എഴുതി കാണിക്കുക, ഏതൊക്കെ ഫ്ലൈറ്റ് വന്നു, വന്നില്ല, വരുന്നുണ്ടോ, ഡിലേ ആണോ, അറൈവിങ് ആണോ, അറ്റ് എ ടൈം ആണോ, ന്യൂ ടൈം ആണോ എന്നെല്ലാം ഇവിടെ എഴുതി കാണിക്കും. ടെർമിനൽ 4 കണ്ടോ, എൻ്റെ പേര് കൊടുത്തേക്കുന്നത് JFK ഇൻ്റർനാഷണൽ എയർ ടെർമിനൽ. കണ്ടോ എല്ലാം ഉണ്ട് ഇവിടെ, എല്ലാം കണ്ടോ എല്ലാം ഉണ്ട്, എല്ലാം. ഇവിടുത്തെ തൂണ് കണ്ടോ, കൊള്ളാല്ലേ? കണ്ടോ ഗൈസ്, 10 മണിയായി, ഇതുവരെ വന്നിട്ടില്ല. ഗൈസ്, ചേട്ടൻ ഓൺ ദ വേ ആണ്. 2 മിനിറ്റിനുള്ള എത്തുമെന്നാണ് പറഞ്ഞത്. ഇതാണ് അമേരിക്കയിലെ ഇഡ്ഡലിയും സാമ്പാറും. അമേരിക്കയിലെ സാമ്പാർ കണ്ടിട്ടില്ലല്ലോ, ഇതാണ് അമേരിക്കയിലെ സാമ്പാർ. കഴിക്കട്ടെ കേട്ടോ. ഇഡ്ഡലിയും സാമ്പാറും നല്ല ടേസ്റ്റായിരുന്നു. കഴിച്ചു, വയറൊക്കെ നിറഞ്ഞു. ഇനി ഒന്ന് കുളിച്ച് ഫ്രഷ് ആവണം, എന്നിട്ട് ഡ്രസ്സ് മാറി ഒന്ന് കിടന്ന് ഉറങ്ങണം. ആദ്യം ഒന്ന് പല്ല് തേക്കട്ടെ,
ഫ്ലൈറ്റ് ഇരുന്ന് പല്ലേപ്പൊന്നും ഇല്ലല്ലോ. യെസ്. അപ്പോൾ സുലാൻ